ഹായ് മക്കൾസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും മാത്സ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പോഴേ ചെറിയ ക്ലാസ് മുതലേ മാത്സ് പ്രശ്നക്കാരനായിട്ട് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ മുന്നോട്ട് നിങ്ങൾക്ക് പോകുമ്പോൾ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതായത് നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ആരുണ്ടാവും, നമ്മളുടെ മാത്സ് ഉണ്ടാവും. അപ്പൊ ഇപ്പൊ മുതലേ നമുക്ക് മാത്സ് അടിപൊളിയായിട്ട് പഠിക്കണ്ടേ? അതുപോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ബാക്കിയുള്ള സബ്ജക്റ്റ് ഒക്കെ എനിക്ക് തലേന്നിരുന്ന് പഠിച്ച് ഉഷാറാക്കി പഠിച്ച് ഓക്കെ ആക്കി കഴിഞ്ഞാൽ എനിക്ക് പിറ്റേന്ന് ഇരുന്നിട്ട് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റാറുണ്ട്. പക്ഷെ മാത്സിന്റെ വിഷയം എടുക്കുകയാണെങ്കിലോ, മാത്സ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ആ ഒരു കാര്യം പറ്റുന്നുണ്ടാവില്ല അല്ലെ. അതായത് തലേന്ന് ഇരുന്ന് പഠിച്ചെന്ന് വിചാരിച്ചിട്ട് പിറ്റേന്ന് ഫുൾ മാർക്ക് വാങ്ങാൻ കഴിയില്ല, പിറ്റേന്ന് ഫുൾ എഴുതാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടാറില്ലേ? അങ്ങനെയെങ്കിൽ മിസ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെയാണ് മക്കൾ മാത്സിന്റെ ടോപ്പർ ആവാൻ സാധിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ക്ലാസ്സിൽ മാത്സിന്റെ ടോപ്പർ ആവണം, മാത്സിൽ ഫുൾ മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് കേൾക്കുക കേട്ടോ. അതുപോലെ മാത്സ് ഡിഫിക്കൽട്ട് ആണെന്ന് പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നമുക്ക് മാത്സ് പഠിക്കാം. അപ്പൊ മാത്സ് ഫുൾ മാർക്ക് കിട്ടാനുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത് നമ്മൾ ബേസിക്സ് മുതലേ പഠിക്കണം, പറ മുതൽ പഠിക്കണം. അതായത് മക്കൾ വെറുതെ ഇതാ നോക്ക്, നമ്മളുടെ ഇപ്പോൾ 6ാം ക്ലാസ് ആണെങ്കിൽ 6ാം ക്ലാസ്സിൽ ഇതാണ് ഞാൻ പഠിക്കുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ ഇത് പറയുന്നു എന്ന് കാണാതെ പഠിച്ചിട്ട് നമുക്ക് കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ബേസിക്സ് മുതലേ നമ്മൾ എന്തൊക്കെയാണ്, ഇത് എങ്ങനെയാണ് വന്നത്, 1+2 = 3 എന്ന് കാണാതെ പഠിക്കുകയാണ്. 1+2 = 3, 1+2 = 3 അങ്ങനെ കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. 1ഉം 2ഉം കൂട്ടിയപ്പോൾ എങ്ങനെയാണ് 3 കിട്ടിയത് എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. 1ഉം 2ഉം കൂട്ടിയപ്പോൾ 3 ആയി. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് കയറണം. ഓക്കെ, എന്നാലും മാത്രമേ മക്കൾക്ക് മാത്സ് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ എപ്പോഴും കാണാതെ പഠിക്കുന്നത് ഒഴിവാക്കുക, ബൈഹാർട്ട് ചെയ്യുന്നത് ഒഴിവാക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ബേസിക് മുതലേ കറക്റ്റ് പറ മുതൽ പറഞ്ഞു പഠിക്കുക. ഓക്കെ, റെഡി? ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഷീറ്റ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് മക്കൾ നോക്ക്, 1ാമത്തെ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. 1ാമത്തെ ചാപ്റ്റർ ഇപ്പോൾ ആംഗിൾസ് ആണെന്ന് വെച്ചോ. ആംഗിൾസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആംഗിൾസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു പേപ്പർ എടുക്കുക. ഓക്കെ, ചെറിയൊരു കുഞ്ഞു ബുക്ക് വാങ്ങിയാൽ മതി. ഒരു 100 പേജിന്റെ ബുക്കോ അല്ലെങ്കിൽ ചെറിയ 50 പേജുള്ള ബുക്കാണെങ്കിൽ 50 പേജുള്ള ബുക്ക് വാങ്ങിയാൽ മതി. അല്ലെങ്കിൽ കുറച്ച് പേപ്പേഴ്സ് എടുത്തിട്ട് നല്ല രസത്തിൽ എന്ത് ചെയ്യുക, ഒന്ന് പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ആദ്യത്തെ പേപ്പറിൽ 1ാമത്തെ ചാപ്റ്റർ എന്ന് എഴുതുക. എന്നിട്ട് മക്കൾ എന്ത് ചെയ്യുക, അതിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചതെന്ന് ജസ്റ്റ് ഷോർട്ട് നോട്ട് എഴുതി വെക്കുക. അതായത് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതിൽ 1ാമത്തത് ആംഗിൾ എന്താന്ന് മക്കൾ പഠിച്ചു, 1ാമത്തെ ആംഗിൾ എന്താന്ന് പഠിച്ചു, 2ാമത്തത് എന്താണ്, എങ്ങനെയാണ് സർക്കിളിന്റെ ആംഗിൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ എന്തായാലും മാത്സ് എന്ന് പറയുന്നത് കുറേ പേജസ് ചിലപ്പോൾ ഉണ്ടാവും. ടെക്സ്റ്റ് ബുക്കിൽ ഒരു 10 പേജിലായിരിക്കും ആ ഒരു ചാപ്റ്റർ പറയുന്നത്. പക്ഷെ ആ ചാപ്റ്ററിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ആകെ 2 കാര്യങ്ങാനും ആയിരിക്കും. ചിലപ്പോൾ ഒരു 2 ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും ആ ചാപ്റ്റർ മൊത്തം ഇങ്ങനെ വലിച്ചു വാരി അവരെ എഴുതി വെക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ എന്തൊക്കെയാണ് ഞാനൊന്ന് ബൈഹാർട്ട് ചെയ്യേണ്ടത്, ഏത് ഇക്വേഷനാണ് ബൈഹാർട്ട് ചെയ്യേണ്ടത്, ഏതാണ് ഞാൻ മനസ്സിലാക്കി പഠിക്കേണ്ടതെന്ന് മക്കൾക്ക് ഓർമ്മ വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ഇങ്ങനെ ഓരോ ഷീറ്റ്, ഫോർമുല ഷീറ്റ് എന്നാ പറയാ. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക. ഈ ചാപ്റ്റർ 1ാമത്തെ ചാപ്റ്റർ എന്ന് എഴുതുക, അതിലൊന്ന് എഴുതി വെക്കുക, ഇതിൽ ഇത് പഠിച്ചു, ഇത് പഠിച്ചു, ഇത് പഠിച്ചു. ഓക്കെ, ജസ്റ്റ് എഴുതി വെക്കുക, ഒരു പ്രശ്നമില്ലല്ലോ. അങ്ങനെ എന്തായാലും എഴുതി വെക്കണം. ദെൻ 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രാക്ടീസ്. അതായത് നിങ്ങളൊക്കെ ചെയ്യുന്ന വലിയൊരു മണ്ടത്തരാണ്. 1ാമത്തെ പ്രാവശ്യം ചെയ്യുമ്പം സിമ്പിൾ ആണല്ലോ, കുഴപ്പമൊന്നുമില്ല, ഉഷാറാണ്, ഞാൻ പഠിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതങ്ങ് ഒഴിവാക്കി വിടും. അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. മാത്സ് എന്ത് ചെയ്യണം, ഒരു പ്രാവശ്യം ചെയ്യുമ്പം ഓക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷെ എന്താണ്, പിറ്റേന്നേക്ക് അത് മറന്നു പോകും. പിറ്റേ ദിവസം നിങ്ങൾ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്ക് അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെയും പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഒരു പ്രോബ്ലം ഒരു 3 തവണയെങ്കിലും ചെയ്തു നോക്കണം. നിങ്ങൾക്ക് മടുപ്പ് തോന്നും. നിങ്ങൾക്ക് 1ാമത്തെ തവണ 2ാമത്തെ തവണ ചെയ്യുമ്പോൾ തന്നെ ഒന്ന് ചെറിയ മടുപ്പ് തോന്നും. 3ാമത്തെ തവണ ചെയ്യുമ്പോൾ പിന്നെയും മടുപ്പ് തോന്നും. പക്ഷെ എന്താണ് നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾക്ക് ഇത് ഇപ്പം മറന്നു കളയാനുള്ളതല്ല. നമുക്ക് ആനുവൽ എക്സാം വരെ നിങ്ങൾക്ക് വേണ്ടേ. നിങ്ങൾക്ക് ഓരോ എക്സാം വരുമ്പോഴും ഇങ്ങനെ പിന്നെയും പഠിക്കാനാവോ? നിങ്ങൾ എന്ത് ചെയ്യണം, ആ പഠിക്കുന്ന സമയത്ത് തന്നെ അത് തറവായിട്ട് പഠിക്കണം. അത് പഠിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് പ്രാക്ടീസ് മോർ ആൻഡ് മോർ. ഓക്കെ, അതായത് കുറേ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഒരു 3 പ്രാവശ്യം എഴുതാൻ പറ്റുകയാണെങ്കിൽ ഒരു 3 പ്രാവശ്യം മിനിമം എഴുതുക. ഇനി 3 പ്രാവശ്യം എഴുതിയിട്ടും മക്കൾക്ക് മനസ്സിലാവുന്നില്ല, തലയിലേക്ക് കയറുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക, 5 പ്രാവശ്യം 6 പ്രാവശ്യം എഴുതുക.
അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് മറന്നു പോവില്ല, ഒരിക്കലും അത് മറന്നു പോവില്ല. അപ്പൊ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ദെൻ അടുത്തെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ടീച്ച് ചെയ്യുക. ഞാനാണ് ഇപ്പൊ ഹനീന മിസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ഇതിങ്ങനെ ചെയ്യൂ, അതിങ്ങനെ ചെയ്യൂ, ഇതിങ്ങനെയാക്കൂ, ആംഗിൾ അങ്ങനെയാണ്, കൂട്ടുന്നത് ഇങ്ങനെയാണ്, ഇക്വേഷൻ അങ്ങനെയാണ്, അങ്ങനെ കുറേ മിസ് അങ്ങോട്ട് പറഞ്ഞു തരുന്നുണ്ടാവും. നിങ്ങൾ ഇനി എന്ത് ചെയ്യുക, മിസ്സൊക്കെ പറഞ്ഞു തന്നു, ഒരു ചാപ്റ്റർ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞു, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ടീച്ച് ചെയ്യുക. അതായത് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാ, എടാ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് അതുല്യ എന്നാണ് പേരെങ്കിൽ, അതുല്യ ഇതിങ്ങനെയാണ്, അതുല്യ ഇത് അങ്ങനെയാണ്, ഇതിങ്ങനെയാണ് വരുന്നത്, ഇതിങ്ങനെയൊക്കെയാണ് വരുന്നത്, ഇതിങ്ങനെയാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ടീച്ച് ചെയ്യുക. അത്രയും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ഉറപ്പിച്ചോ, അടുത്ത എക്സാമിൽ നിങ്ങളായിരിക്കും നിങ്ങളുടെ ക്ലാസ്സിലെ മാത്സിലെ ടോപ്പർ. നിങ്ങളത് ഉറപ്പിച്ച് ഇപ്പം തന്നെ എഴുതി വെച്ചോ, മാത്സ് ടോപ്പർ എന്ന് നിങ്ങളുടെ ബുക്കിൻ്റെ മുന്നിൽ തന്നെ, നിങ്ങൾ മുന്നിലെ പേജിൽ തന്നെ അങ്ങനെ എഴുതി വെച്ചോ. ഓക്കെ, അപ്പോൾ ആരും മറക്കരുത്, മക്കളെല്ലാവരും ഒന്ന് ഇത് ഫോളോ ചെയ്യാൻ നോക്കുക. നമ്മളുടെ ഈ ഒരു അക്കാഡമിക് ഇയർ തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ, നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ, ആദ്യത്തെ സ്റ്റെപ്പിലാണ്. ആദ്യത്തെ സ്റ്റെപ്പ് മുതലേ നിങ്ങൾ ഇതൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് കുറച്ചൊരു പ്രശ്നമായിട്ട് തോന്നും, എനിക്ക് പറ്റൂല, ഇത് എന്നെക്കൊണ്ട് വയ്യാന്ന് പറയും. പക്ഷേ ഇത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് യൂസ്ഡായി നല്ല അടിപൊളിയായിട്ട് വരും. പിന്നെ ഇത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നൂല, ഇത് പിന്നെ ആലോചിക്കേണ്ട കാര്യം ഉണ്ടാവില്ല, നിങ്ങൾ താനേ ചെയ്തോളും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം മുതലേ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. മക്കളെ, എന്തായാലും മാത്സ് നിങ്ങളെ വിട്ടു പോകാൻ പോകുന്നില്ല. അപ്പോൾ മാത്സ് എത്രത്തോളം നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കുന്നോ അത്രത്തോളം രസമാണ് മാത്സ്, അത്രത്തോളം അടിപൊളിയാണ് മാത്സ്. അപ്പോൾ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കുക. സോ അടുത്ത എക്സാമിൽ മാത്സ് ടോപ്പർ ആവുന്ന ഉറപ്പുള്ളവർ താഴെ എന്ത് ചെയ്യുക, മാത്സ് ടോപ്പർ എന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ദെൻ ബൈ.